മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നൗഫലിന് കൈത്താങ്ങായി ഒരു 9ാം ക്ലാസ്സുകാരി. ഇന്നലെ കൊല്ലം കരുനാഗപ്പള്ളി ഓക്കാവ് സ്വദേശി നൂറയാണ് തൻ്റെ കുടുക്ക പൊട്ടിച്ച തുകയുമായി നൗഫലിനെ കാണാൻ 24ലേക്ക് കയറി വന്നത്. 24 ആസ്ഥാനത്ത് ഞാനും മറ്റുള്ളവരുടെയും സാന്നിധ്യത്തിലാണ് 1,15,000 രൂപയുടെ ചെക്ക് നൗഫലിന് അവൾ കൈമാറിയത്. കൊച്ചു മിടുക്കിയാണ് അവൾ. ഇപ്പോഴേ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള പെൺകുട്ടിയാണ് അവൾ. നെഞ്ചുലഞ്ഞ് കരയുന്ന നൗഫലിനെ ആരും മറന്നു കാണില്ല. ദുരന്തം കവർന്നെടുത്തത് ഭാര്യയും മക്കളും ബന്ധുക്കളുമടക്കം 16 പേരെ. ഇരുൾ വീണ നൗഫലിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുകയാണ് 9ാം ക്ലാസ്സുകാരി നൂറ. സമ്പാദ്യമായി സ്വരുക്കൂട്ടി വെച്ച തുക നൗഫലിന് ആശ്വാസം പകരാനായി നൽകി. നൗഫലങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ വാപ്പിക്ക് എനിക്കും ഉമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ 5ാമത്തെ കൊടുക്കുകയാണിത്. നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആണ് ഇങ്ങനെ നൗഫലങ്ങളുടെ വീഡിയോ കണ്ടത്, അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. കുറേ ആൾക്കാർ ഇത് അറിഞ്ഞ് സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലായിടത്തും നന്ദിയുണ്ട്. പക്ഷേ ഇത് എനിക്ക് വല്ലാണ്ട് ഒരു ഇതായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ പ്രായമില്ല മോള്, എൻ്റെ മോൾ തന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇത് ചെയ്തത് എനിക്ക് എന്താ പറയുക, എൻ്റെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് കുലുക്കി തന്നെ പറയാം. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ വഴിയാണ് നൗഫലിന് സഹായം നൽകാനുള്ള ആഗ്രഹം നൂറയുടെ പിതാവ് നിസാറുദ്ദീൻ അറിയിച്ചത്. തുക കൈമാറാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ സാന്നിധ്യമുണ്ടാകണമെന്നായിരുന്നു ആവശ്യം. മറ്റുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടാകണം. അതിന് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 24 ചാനലിൽ ശ്രീകണ്ഠൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ ഈ പണം കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അതിനാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പ്രളയകാലത്തും കോവിഡ് സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ കുടുക്ക പൊട്ടിച്ച് പണം നൽകിയിരുന്നു. ഒമാനിലെ സ്കൂൾ കാലത്ത് തുടങ്ങിയതാണ് സമ്പാദ്യശീലവും അർഹരായവരെ സഹായിക്കുന്നതും. ന്യൂസ് ഡെസ്ക് 24. നൂറയുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പണം നൗഫലിന് കൈമാറണമെന്നുള്ളത്. നൗഫലിൻ്റെ ദുഃഖം ആര് ശ്രമിച്ചാലും തീർക്കാൻ കഴിയുന്നതല്ല. എല്ലാവരും ഉറ്റവരും ഉടയവരും ഒക്കെ കൈവിട്ടു പോയി. 16 പേരാണ് നൗഫലിൻ്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ഇവരൊക്കെ അവശേഷിപ്പിച്ചു പോയ ദുഃഖം എന്ന് തീരുമോ എന്തോ. ഈ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ താങ്ങുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നൗഫലിനൊപ്പം നമ്മളൊപ്പം ചേരും. അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും.